ഇന്നത്തെ ലഞ്ച് ബോക്സിലെ ഒരു ചപ്പാത്തി റോളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നത് നമ്മുടെ ചോക്ലേറ്റ് പീനട്ട് ബട്ടറാണ്. ഈ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ചിരിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. പീനട്ട് അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് അളവൊന്നുമില്ല, ഞാൻ കുറച്ചങ്ങ് എടുത്തു എന്ന് മാത്രം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഇങ്ങനെ പൊട്ടി വരും, ഓരോ കടലയും ഇങ്ങനെ പൊട്ടി വരും. ആ പൊട്ടുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ചൂടാറുന്ന സമയത്ത് ചെറിയ ചൂടോടെ തന്നെ ഇങ്ങനെ ഒന്ന് കൈവച്ചൊന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോലൊക്കെ പോയിട്ട് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പീനട്ട് കിട്ടും കേട്ടോ. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ചെറിയ ജാർ എടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുത്തേക്കുന്നത്. കുറച്ച് വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ശർക്കര കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ തേൻ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഈ ഒരു പരുവത്തിലാണ് വന്നത്. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മിൽക്ക് കോമ്പൗണ്ടിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടും ഒരു 50 ഗ്രാം വെച്ചിട്ട് എടുത്തിട്ടാണ് ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക. ആദ്യം ഇതുപോലെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും ഇങ്ങനെ അരഞ്ഞു വരാനായിട്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ പീനട്ടിൽ നിന്നുള്ള ബട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഓയിലി ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നന്നായിട്ട് ഇതുപോലെ വരും. നല്ല പാകമായി വരുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. നല്ല കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ട് വരും. ഇങ്ങനെയാകുമ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പീനട്ടിലെ ബട്ടറൊക്കെ നന്നായിട്ട് വെളിയിൽ വന്ന് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ചില്ലുകുപ്പിയിലാക്കിയിട്ട് എടുത്തു വെക്കാം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും, ഒരു കേടും വരില്ല. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഈസി ആൻഡ് സിമ്പിളായിട്ട് അങ്ങ് കഴിഞ്ഞു. ഈ പീനട്ട് ബട്ടർ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം.